എന്തിനാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഇലയുടെ ഇടയിൽ കൂടി സ്പൈ ക്യാമറ വെച്ചിട്ട് അവർ തമ്മിൽ മോശമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ആർക്കാണ്? ആരുടെ ആവശ്യമാണിത്? ഏത് PR-ന്റെ ആവശ്യമാണ് ഇവർ രണ്ടുപേരും മോശമാണ് എന്ന് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിൽ സ്ഥാപിക്കേണ്ടത്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഈ ആര് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണെന്നും ഇതിലൊന്നും വീഴുന്നവരല്ല മലയാളികളെന്നും മലയാളികൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ വൃത്തികേട് കാണിച്ച PR-കൾ ചിന്തിച്ചാൽ നല്ലതാണ്. കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ PR-കൾക്ക് കഴിയില്ല. ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളും അതേപോലെ ഇലകൾക്കിടയിലൂടെ സ്പൈ ക്യാമറ വെച്ച് പ്രത്യേക ആംഗിളിൽ ഫോട്ടോസ് എടുത്ത് അത് വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കുകയും യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികളാണ്. ഈ സംഭവത്തിന് ശേഷമുണ്ട് ഈ ഒരുപാട് പേര് ഇതേ കണക്ക് വീഡിയോ ആരൊക്കെയാണെന്ന് വിട്ട് അവരുടെ അടുത്തെല്ലാം ഇതേ കണക്കുണ്ട് ഈ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലുള്ള വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ. അങ്ങനെ പലരും ഉണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് വിനു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളാണ് ആ വീഡിയോ എടുത്തതെന്നുള്ള രീതിയിൽ. അതെന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് പറയുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഞങ്ങളിത് ഇടണമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഇതേകണക്കുള്ളൊരു കാര്യം ചെയ്തതെന്നിരുന്ന് പറയുന്നുണ്ട്. ഇതെങ്ങാനും ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവനെ ആയിരിക്കും പിടിച്ച് ആദ്യമേ അകത്തിടുന്നത്, ഇതേപോലത്തുള്ള ഓരോരോ വീഡിയോസ് എടുത്തിടുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതേകണക്കുള്ള ഒരുപാട് പേരെ വീഡിയോസ് ഇതേ കണക്ക് എടുക്കുക, അതോടെ തന്നെ ഉണ്ടെങ്കിൽ പെർമിഷൻ ചോദിക്കാതെ അല്ലെങ്കിൽ അവന്മാരുടെ ഇഷ്ടത്തിനാണ് ആൾക്കാർ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരെ പോലത്തുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.